പ്രഗ്നൻസിയുടെ സമയത്ത് നമ്മുടെ ഫേസിൽ വരുന്ന പിഗ്മെൻറ്റേഷൻസ്, സ്പോട്സ് അല്ലെങ്കിൽ നമ്മുടെ ഓൾറെഡി ഉള്ള പിഗ്മെൻറ്റേഷനൊക്കെ ഒന്ന് ഇൻറ്റൻസ് ആവാൻ ചാൻസ് കൂടുതലാണ്. സോ ആ സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഇൻഗ്രീഡിയൻറ്റ് ഏതെന്ന് വെച്ചാൽ ഫസ്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വിറ്റാമിൻ സി ഡെഫിനറ്റ്ലി നമുക്ക് യൂസ് ചെയ്യാം. പിഗ്മെൻറ്റേഷൻ മാറ്റാൻ ഏറ്റവും നല്ലത് ഈ ഒരു സമയത്ത് അസലിക് ആസിഡും ടാനിക്സാമിക് ആസിഡുമാണ് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഈവൻ ഗ്ലൈക്കോളിക് ആസിഡ് 7% വരെ യൂസ് ചെയ്യാം. പക്ഷേ ശ്രദ്ധിക്കുക, പ്രഗ്നൻസിയുടെ സമയത്ത് നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് സെൻസിറ്റീവ് ആവും. അപ്പോൾ നമുക്ക് ഗ്ലൈക്കോളിക് ആസിഡ് 7% വീക്ക്ലി വൺസ് ചില ആൾക്കാർക്ക് പറ്റണം എന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക, വീക്ക്ലി വൺസ് 2-3 പ്രാവശ്യം യൂസ് ചെയ്യുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഡ്രൈനെസ്സോ ഇറിറ്റേഷനോ വരുന്നതിൽ 2 ആഴ്ചയിൽ ഒരിക്കലോട്ട് യൂസ് ചെയ്യുക. അതിന് പകരം ഗ്ലൈക്കോളിക് ആസിഡിന് പകരം വേണമെങ്കിൽ അങ്ങനെ ഇറിറ്റേഷൻ വരുന്നെങ്കിൽ നമുക്ക് ലാക്റ്റിക് ആസിഡിലോട്ട് മാറിയാലും കുഴപ്പമില്ല. റെറ്റിനോൾ, പിന്നെ നമ്മുടെ കെമിക്കൽ പീൽസുകൾ അല്ലേ, അത് 20% എബോവ് ഉള്ള 50% എബോവ് ഉള്ള വിറ്റാമിൻ സീസ്, സ്കിന്നെ ഡ്രൈ ആക്കുന്ന ഇൻഗ്രീഡിയൻസ്, ബെൻസോയിൽ പെറോക്സൈഡ് പോലെയുള്ള ഇൻഗ്രീഡിയൻസ്, സാലിസിലിക് ആസിഡ് സിറംസ് 2% യൂസ് ചെയ്യാം. പക്ഷേ ഞാൻ യൂസ് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്തില്ല, കാരണം സ്കിൻ ചിലപ്പോൾ ഒന്നും കൂടെ ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട്. അഥവാ സ്കിൻ ഓയിലി ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സാലിസിലിക് ആസിഡ് ടോണേഴ്സ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. എന്തെങ്കിലും ഡോക്ടറുടെ ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോക്ക് ഫോളോ ചെയ്യാനും മറക്കണ്ട.